ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു ക്ഷമാപണവും വലിയൊരു നന്ദിയും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ക്ഷമ ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വീഡിയോ ഒന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മൊത്തം പനി സീസൺ ആണല്ലോ എല്ലായിടത്തും. അപ്പൊ നമ്മുടെ വീട്ടിലും എല്ലാവർക്കും അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, കുട്ടികൾ ഓരോരുത്തർക്കായിട്ട് മാറി മാറി ഞാൻ ഉൾപ്പെടെ അതങ്ങ് വന്നു പോയി. ഞങ്ങൾ അതിനെല്ലാം അടിച്ചോടിച്ച് ഇപ്പോ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ ഇനി വീഡിയോസ് കൃത്യമായിട്ട് ഇടാം കേട്ടോ. രണ്ടാമത് വലിയൊരു നന്ദി എന്ന് പറയുന്നത് 7000-ലധികം പേര് നമ്മുടെ ഈ ഒരു കൊച്ചു ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ അറിയുന്നതിൽ. അതും ഈ 2-3 ആഴ്ച മുമ്പിട്ട ഒരു വീഡിയോസിനാണ് ഇത്രയധികം വ്യൂസ്. പണമാരുടെയും കുടുംബസ്വത്തല്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ കുറച്ചധികം ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അത്തരം വീഡിയോസ് നമുക്ക് അറിയുന്ന അറിവുകൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഞ്ജലി പ്രേംജിത്ത് എന്നാണ്. ഞാനൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോസിന്റെ എണ്ണവും കുറച്ച് കുറയുന്നത്. ജോലിയും ഈ പറയുന്ന വീഡിയോ ചാനൽ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വളരെ ഇഷ്ടം കൊണ്ട് തുടങ്ങിയൊരു ചാനലാണ്. അപ്പൊ അതിലൂടെ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും ഇങ്ങനെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ട്രാവലിംഗ്, കുക്കിംഗ്, ലോ ഓഫ് അട്രാക്ഷൻ, മോട്ടിവേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോസിൽ കണ്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സാമിനെ കുറിച്ചാണ്. ഈ എക്സാം പാസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾ യെസ് എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോ ഏതാണ് ഈ എക്സാം എന്നുള്ളതല്ല, ഇതിന് പ്രത്യേകിച്ച് സിലബസ് കാര്യങ്ങൾ ഇന്ന് വരെ ഇല്ല. അപ്പൊ സിലബസ് ഇല്ലാത്ത ഒരു എക്സാം, പ്രായപരിധി ഇല്ലാത്ത ഒരു എക്സാം, എല്ലാ ദിവസവും നടത്തുന്ന ഒരു എക്സാം, ഇതാരാ നടത്തുന്നത്? അതാണ് നമ്മുടെ യൂണിവേഴ്സ് തന്നെയാണ്, ദൈവം തന്നെയാണ് ഈ ഒരു എക്സാം നടത്തുന്നതും അതിന്റെ മാർക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നതും. പക്ഷെ പലരും ഈ ഒരു എക്സാം എന്ന് പറയുന്നത് എഴുതാതെ പോകുന്നവരുണ്ട്, എഴുതിയിട്ട് ഫെയിൽ ആകുന്നവരുണ്ട്, പാസ്സാകുന്ന ആളുകളും ഉണ്ട്. ഏതാണെന്നല്ലേ? ജീവിതം എന്ന് പറയുന്ന പരീക്ഷ. അതാണ് ഏറ്റവും വലിയ എക്സാം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും അല്ലെ, ഒരു 3 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ കുട്ടികളെ നമ്മൾ പ്രീ KG വിടും. പിന്നെ നമ്മൾ പറയുമോ ഇനി ഒരു 20-22 വയസ്സ് വരെ മുഴുവൻ പഠിക്കാനേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയി. ചിലരുടെ ഡിഗ്രി കഴിയുമ്പോൾ ഇനി ഞാൻ ഒന്നും പഠിക്കുന്നില്ല, ഇനി എനിക്ക് പ്രത്യേകിച്ച് എക്സാം കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ഫ്രീ ആയി എന്ന് പറയുന്നവരുണ്ട്. ജോലി കിട്ടിയതിന് ശേഷം ചിലര് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ടെസ്റ്റുകൾ എഴുതും, ചിലരല്ലാതെയും ഇനി എനിക്ക് ജീവിതത്തിൽ ഒരു എക്സാമും ഇല്ല, ഞാൻ ടോട്ടലി ഫ്രീ ആയി എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ പറയുന്ന എല്ലാ എക്സാമിനും, അതായത് അക്കാദമിക്കലി വരുന്ന എല്ലാ എക്സാമിനും നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകൾ പോലും ജീവിതം എന്ന് പറയുന്ന ഒരു പരീക്ഷ വരുമ്പോ അവിടെ ഫെയിൽ ആവുകയാണ്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ് എന്ന് വേണ്ട 6 ശമ്പളങ്ങൾ വാങ്ങിക്കുന്ന, ലക്ഷങ്ങള് മാസം സാലറി വാങ്ങിക്കുന്ന ഏതൊരാളും, അതിപ്പോ ഈ ഒരു പ്രൊഫഷനിൽ നിന്നല്ല, യൂട്യൂബേഴ്സ് ആയിരുന്നാൽ അവര്, സാധാരണക്കാരായിരുന്നാൽ അവര്, ഇവരൊക്കെയും ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? എന്നാൽ അക്കാദമിക്കലി നല്ല നിലവാരം ഒന്നും പുലർത്താതെ ഫെയിലിയർ ആയി തീർന്ന സപ്ലി എക്സാമുകളൊക്കെ എഴുതി ചിലത് അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ വിജയിക്കുന്നതും കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഏറ്റവും വലിയ എക്സാമിന് നമുക്ക് പ്രിപ്പയർഡ് ആവണ്ടേ? അപ്പൊ ഈ കഴിഞ്ഞിടെ നമ്മൾ കാണുന്ന എല്ലാ ന്യൂസും, എനിക്ക് തോന്നി ഈ ഒരു 2025 എന്ന് പറയുന്ന ഒരു വർഷം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കൂടുതലും നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളാണ് അല്ലെ. കൊലപാതകങ്ങളും ആത്മഹത്യകളും ദുരന്തങ്ങളും തന്നെയാണ് ആവർത്തിച്ച് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. ക്യാൻസൽ, നമ്മൾ അങ്ങനെയുള്ളത് പറയുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളിലുണ്ടല്ലോ നമുക്ക് ഈ കുട്ടികളെയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. അതിപ്പോ ഞാനൊരു കോളേജ് അധ്യാപിക ആയതുകൊണ്ട് തന്നെ പറയുകയാണ്, പല പേരൻസും വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ചെറിയ പ്രായത്തിൽ വഴക്ക് പറയുന്ന പോലെയൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ടീച്ചറെ, കാരണം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് ഞങ്ങൾക്ക്, എന്താ അവൻ അല്ലെങ്കിൽ അവള് പോയിട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കുട്ടികള് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോടും അമ്മയോടും പ്രതികാരം തീർക്കുന്നത് ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് എന്നുള്ള ഒരു പേടിയാണ് അവർക്ക്.
അപ്പൊ ഒന്നിലും ശാസിക്കാതെ അവരെ വിടുന്നു, അവരുടെ ഇഷ്ടാനുസരണം വിടുന്നു. ലാസ്റ്റ് ഈ പേരൻസ് തന്നെ അവരുടെ പോക്ക് കണ്ട് സങ്കടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. കുട്ടികൾ കുറെ കഴിയുമ്പോഴത്തേക്കും അവര് കുറ്റബോധത്താൽ നീറി അവരുടെ ജീവിതം പാഴാക്കി കളഞ്ഞതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്നല്ല, ഞാൻ ഇന്ന് പറയുന്ന ലൈഫ് സ്കില്ലിനെ കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അധികവും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നതെല്ലാം ജോബ് സ്കില്ലാണ് അല്ലെ. നമ്മൾ അക്കാദമിക്കലി പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എപ്പോഴും പറയും പഠിക്കുന്നത് ജോലി കിട്ടാൻ എന്നുള്ളൊരു സങ്കല്പത്തിലാണ്. ചെറിയ ചെറിയ ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് കഴിഞ്ഞ് +2ലേക്ക് ഒരു സബ്ജക്റ്റ്, അത് കൊമേഴ്സ് ഗ്രൂപ്പ് വേണോ സയൻസ് വേണോ ബയോമാത്സ് ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ജോലി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലൂടെയാണ്. +2 കഴിഞ്ഞിട്ടായാലും ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ജോലി എന്നുള്ളൊരു കൺസേൺ ആണ്. അപ്പൊ എല്ലാം വർക്ക് സ്കില്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇത് കഴിഞ്ഞ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ ട്രെയിനിങ് കൊടുക്കുന്നതും അവർക്ക് ആ ഒരു ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഏറ്റവും ഭംഗിയാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് തരണത്. എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ കൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാകണം, അതിന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ട്രെയിനിങ് ആണ്. പക്ഷെ ഒരിടത്ത് പോലും ലൈഫ് സ്കിൽ എന്ന് പറയുന്ന, ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ സ്കൂളുകളിൽ ചിലപ്പോൾ അത് കൊടുക്കുന്നുണ്ടാകും, ചില CBSE സ്കൂളുകളിലൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ എന്താണ് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്? ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകുന്ന, ദിവസേന എന്ന് നമുക്ക് പറയാം, അങ്ങനെ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോ പലതരത്തിലുള്ള വെല്ലുവിളികൾ, ചലഞ്ചസ് നമ്മുടെ മുമ്പിലേക്ക് വരും ഡേ ടു ഡേ ലൈഫില്. ഈ ചലഞ്ചസിനെ വളരെ എഫക്റ്റീവായിട്ട്, കേപ്പബിൾ ആയിട്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്കില്ലാണ് ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ജീവിക്കാൻ പഠിക്കുക എന്ന് പറയും. നമ്മൾ ഒരു തൊഴിലിന് വേണ്ടി പഠിക്കുക എന്നുള്ളതിനേക്കാൾ ജീവിക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് ലൈഫ് സ്കില്ലിൽ വരുന്നത്. അപ്പൊ ആരാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഗുരു എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെറിയ ക്ലാസ് തുടങ്ങിയാണ് എങ്കിൽ സ്കൂളുകളിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പൊ നമ്മള് PT ഒരു പീരീഡ് കൊടുക്കുന്നുണ്ട്, ആഴ്ചയിൽ 1ഓ 2ഓ ഒക്കെ അല്ലെ. ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഡ്രോയിങ് അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ലൈഫ് സ്കില്ലിന് വേണ്ടിയിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു അവർ അവർക്കായിട്ട് മാറ്റി വെക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സ്കൂളുകളുണ്ട്, എല്ലാ സ്കൂളുകളും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് മതപാഠശാലകളിലൊക്കെ കുട്ടികളെ വിട്ട് പഠിപ്പിക്കാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെയും അതിപ്പോ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഏത് മതത്തിലാണെങ്കിലും ഇവർ ആദ്യം പഠിപ്പിക്കുന്ന മതങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു പുരാണങ്ങൾ, അതിലെ കഥാപാത്രങ്ങള്, കഥകള്, ഇതൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ മതം എന്നുള്ള ഒരു കാര്യമാണ് മതപാഠശാലകളിലും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ലൈഫ് സ്കിൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഹിന്ദുമതത്തിലാണെങ്കിൽ നമ്മുടെ ഭാഗവതത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശ്രീകൃഷ്ണൻ അർജുനന് കൊടുത്തിട്ടുള്ള ഉപദേശം എന്ന് പറയുന്നതും ലൈഫ് സ്കില്ല് തന്നെയാണ്. ഓക്കെ, അപ്പൊ അന്നത്തെ ഗുരുകുല സമ്പ്രദായം എന്നൊക്കെ പറയുന്നതിൽ ജീവിക്കാൻ പഠിപ്പിക്കുക, ജീവിതത്തിൽ അവരെ വിജയിപ്പിക്കുന്ന ഒരു കാര്യം കൂടി അന്ന് സിലബസിൽ ഉണ്ടായിരുന്നു. പണ്ട് ഗുരുകുല സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് അതൊക്കെ മാറി ഇപ്പോൾ അക്കാദമിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഴുവനും സോഫ്റ്റ് സ്കിൽ അല്ലെങ്കിൽ വർക്ക് സ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇൻകം ഏൺ ചെയ്യാനായിട്ട് ആളുകളെ പ്രാപ്തരാക്കുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന കോഴ്സുകളും ആ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാര്, അച്ഛന്മാരൊക്കെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ശരിക്കും ഇവിടെ പ്ലേ ചെയ്യേണ്ടത് അവരുടെ മുമ്പില്. അമ്മമാർക്ക് തന്നെയാണ് ഏറ്റവും നല്ല ഗുരുക്കന്മാരാകാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യത്തില്, ലൈഫ് സ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതില്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് സിലബസ് ഒന്നുമില്ല. എന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ ജീവിതം എന്ന് പറയുന്ന ഒരു എക്സാം, ദൈവം തന്നിരിക്കുന്ന ആയുസ് മുഴുവനും ജീവിച്ച് തീർത്ത്, അത് വെറുതെ ജീവിച്ചു തീർക്കുകയല്ല, നമ്മൾ ആത്മാഭിമാനത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി, വളരെ കരുത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ എല്ലാം നമ്മൾ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു കരുത്ത് കൊടുക്കണമെങ്കിൽ അത് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്, കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇത് പഠിപ്പിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതേക്കുറിച്ച് പറയാൻ, പക്ഷെ വീഡിയോ ലെങ്തി ആയി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു 5 കാര്യങ്ങൾ, എന്തായാലും ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു 5 കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ഓരോ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം.
കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലൈഫ് സ്കില്ലിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ ടൈം മാനേജ്മെന്റ് ആണ്. ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സമയത്തെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് തന്നെ 24 മണിക്കൂറിനെ ഡിവൈഡ് ചെയ്ത്. കാരണം നമുക്കറിയാം സമയം കടന്നു പോകും തോറും പിന്നെ ധൃതി പിടിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. രാവിലെ ആണെങ്കിലും നമ്മൾ ഓഫീസിൽ പോകാനായിട്ട് ലേറ്റ് ആയി കഴിയുമ്പോൾ ഈ ധൃതി പിടിച്ച് ഓടുമ്പോഴാണ് പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടം. റോഡ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് സർക്കസിൽ കാണുന്ന മരണക്കിണർ പോലെയാകും. അതേപോലെ ഓട്ടപ്പാച്ചിലുകളായി മാറും അല്ലെ. എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്കും ആദ്യം പഠിക്കാതെ ലാസ്റ്റ് എന്ത് ചെയ്യും? എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്കും ലാസ്റ്റ് പോർഷൻസ് എല്ലാം കവർ ചെയ്യാൻ പറ്റാതെ വരും, ഫെയിലിയർ ആകും എന്നുള്ളൊരു തോന്നൽ അവിടെ വരും. അപ്പൊ സമയത്തെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുക. പക്ഷെ ഞാൻ ഇന്ന് പറയുന്ന ടൈം മാനേജ്മെന്റില് ഈ ഒരു സമയത്തിന് മാത്രമല്ല, പാഴാക്കി കളയുന്ന ഏത് നിമിഷവും അതിൽ വരും അവസരങ്ങള്. നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ വന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് എന്താണ്, ഇപ്പൊ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാതെ അന്നൊരു ജോബ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന പോലെ പെട്രോൾ പമ്പിലൊക്കെ പാർട്ട് ടൈം ജോബിന് കയറിയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു എനിക്ക്. പെർ ഡേ 300-350 രൂപ ഒക്കെ കിട്ടും, ചിലപ്പോൾ 400 രൂപ വരെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഓവർ ടൈം നിന്നാൽ അതിനനുസരിച്ച് കിട്ടുമെന്ന് പറഞ്ഞ് അന്ന് ആ ഒരു ഇൻകം എന്ന് പറയുന്നത് മാസം ഒരു 8,000-10,000 കിട്ടിയാൽ ദാറ്റ് ഈസ് ഇനഫ്. അത്രയും അധികമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇന്നും 27-28 വയസ്സായിട്ടും ഇന്നും ആ ഒരു ജോലി തന്നെ ചെയ്യേണ്ടി വരുന്നു. നല്ലൊരു കല്യാണാലോചനയൊക്കെ വന്നു കഴിയുമ്പോൾ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോ സമപ്രായക്കാരായിട്ടുള്ള കൂടെ പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ MBA കഴിഞ്ഞു അല്ലെങ്കിൽ MSW കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നു, ഗൾഫിൽ പോകുന്നു, നല്ല ഓപ്പർച്യൂണിറ്റി നേടുന്നു. അപ്പൊ കുറ്റബോധം, നിരാശ തന്നെയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അന്നേ പറഞ്ഞതായിരുന്നു, അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇതിനോടൊപ്പം പഠിത്തം കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള റിഗ്രറ്റുകളെല്ലാം നമ്മളെ വേട്ടയാടുന്നത് നമ്മൾ പാഴാക്കി കളഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. അവസരങ്ങൾ ഓരോ ദിവസവും നമുക്ക് വരുമ്പോൾ നമ്മൾ മാക്സിമം അതിനെ എന്ത് ചെയ്യുക? പ്രയോജനപ്പെടുത്തുക. ഒന്നും നാളെ എന്ന് വെക്കാതിരിക്കുക. പ്രോകാസ്റ്റിനേഷൻ എന്ന് പറയില്ലേ, എല്ലാം നാളേക്ക് നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കാതിരിക്കുക. ഇന്ന് എന്ന് പറയുന്ന നിമിഷത്തെ നമ്മൾ അനുഭവിക്കുക, ആസ്വദിക്കുക. ഇന്ന് തന്നെയാണ്. ഇനി ഈ ഒരു ദിവസം നമുക്ക് ഇനി കിട്ടില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നമ്മളൊരു പോസിറ്റീവായി മാറുകയും ചെയ്യും. അപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് നല്ലൊരു ക്ലീനിങ് ഹാബിറ്റ് അല്ലെങ്കിൽ നല്ല ഹൈജീനിക് ആയിട്ട് കുട്ടികളെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം. ശുചിത്വ ബോധമുള്ളവരാക്കി തീർക്കുക. ചെറിയ പ്രായം തുടങ്ങി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ വിട്ട് വന്നു കഴിയുമ്പോൾ ഷൂ വെക്കേണ്ട ഒരു പ്ലേസ് കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഷൂ വെക്കാൻ പറയാം. അതുപോലെ ID കാർഡ്, ഇതെല്ലാം ലഞ്ച് ബോക്സ് കൊണ്ടുവന്നിട്ട് ഏൽപ്പിക്കാനായിട്ട് പറയും. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഓരോ പ്രായം വരണതിനനുസരിച്ച് അവരിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അവരുടെ സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യാനായിട്ട്, അടുക്കി പറക്കി വെക്കുന്നതിനായിട്ട് ഇതുണ്ടല്ലോ, ഒരു സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളിൽ ഡെവലപ്പ് ചെയ്യാൻ കാരണമാകും. നമ്മൾ പറയില്ലേ, ചില വ്യക്തികളുടെയൊക്കെ കാല് കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ വ്യക്തിയുടെ സ്വഭാവം. കാൽ എത്രത്തോളം നീറ്റാണോ അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഒരു ബിഹേവിയർ ആയിരിക്കും ആ വ്യക്തിക്കുള്ളത്. അവരുടെ സ്വഭാവത്തെ അത് കാണിക്കുന്നു. നമ്മുടെ ശുചിത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ മനസ്സിന്റെയും നമ്മൾ എവിടെ നിൽക്കുന്നോ ആ ചുറ്റുപാട് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് നോക്കും, ശുചിത്വം ഉള്ളവരാണ് എങ്കിൽ. അപ്പൊ അത് നമ്മളുടെ ബിഹേവിയറിനെയാണ് കാണിക്കുന്നത്. അടുക്കും ചിട്ടയും ഉള്ള ഒരു സ്വഭാവം, ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളിൽ ഡെവലപ്പ് ചെയ്യപ്പെടാൻ അത് കാരണമാകും. സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആരും തന്നെ ജീവിതത്തിൽ പരാജയപ്പെട്ടതായിട്ട് അങ്ങനെ കേട്ടിട്ടില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് കേട്ടോ, അത് എപ്പോഴും ഉള്ളൊരു കാര്യം. എന്താ പറയണേ, നമുക്ക് ഏത് പ്രായത്തിലും അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയും. ഡിസിഷൻ മേക്കിങ്ങും അതിനോടൊപ്പം തന്നെ വരുന്നതാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കുക. കുട്ടികളെ ചെറിയ പ്രായം തുടങ്ങി കൂട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചേട്ടാനിയന്മാരാണെങ്കിൽ അവർ തമ്മിൽ വഴക്കുണ്ടാവുമ്പോൾ നമ്മൾ പോയി ഒരു മധ്യസ്ഥത നിന്ന് പരിഹരിക്കാതെ അവരെ കൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യിച്ച് ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ വിട്ടുവീഴ്ച മനോഭാവങ്ങള്. ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കില്ല. ഒരു ജീവിതം എന്ന് പറയുന്ന അങ്ങനെയാണ്, തിരമാലകൾ പോലെയാണ്. പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. പല വെല്ലുവിളികളെയും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും.
പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്കണം കേട്ടോ. വോളിയത്തിന്റെ എനിക്ക് അറിയുന്നില്ല, എങ്കിലും ഞാൻ മാക്സിമം വോളിയത്തിൽ തന്നെയാണ് പറയുന്നത്. മൈക്ക് ഉണ്ട് എന്നാൽ പോലും കേട്ടോ. അപ്പോ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവെന്ന് പറയുന്നത് ഈ കുട്ടികളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്. പലപ്പോഴും എത്ര വലുതായാലും നമുക്ക് 10 പേരോട് നമ്മൾ അഭിപ്രായം ചോദിച്ച് എല്ലാം കേട്ട് മൊത്തം കൺഫ്യൂഷൻ ആയിട്ടിരിക്കും. ഒരു റൈറ്റ് ടൈമിൽ നമുക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും റൈറ്റ് ഡിസിഷൻ ആകണമെന്നില്ല നമ്മൾ എടുക്കുന്നത്. അവിടെയാണ് എല്ലാവർക്കും പേടി. ഒരു പ്രശ്നവും ഇല്ല, ശരിയായ സമയത്ത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, ടൈമിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക, തീരുമാനം എടുക്കുക, എടുക്കുന്ന തീരുമാനത്തെ നിങ്ങൾ കറക്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. കാരണം തെറ്റിൽ നിന്നാണ് ശരിയിലേക്ക് പോകുന്നത്. നമ്മൾ എപ്പോഴും എടുക്കുന്ന തീരുമാനം ശരിയായി എന്ന് വരുമൊന്നുമില്ല, തെറ്റിപ്പോകാം. അതിനെക്കുറിച്ച് നമ്മൾ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട, വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഓരോ തെറ്റിലും ആ തെറ്റിൽ വരയ്ക്കുന്ന ഇൻറ്റു മാർക്കിൽ നിന്ന് നീട്ടി വരച്ചാൽ അത് എന്തായി കഴിഞ്ഞു? ഒരു ശരിയായി കഴിഞ്ഞു അല്ലെ? അപ്പൊ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിലും, ഒരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിലും, ജീവിതത്തിന്റെ ഏത് സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളും അവരവര് തന്നെ എടുക്കട്ടെ. മാതാപിതാക്കൾക്ക് അതിനോടൊപ്പം ചേർന്ന് നിന്ന് അവർക്കൊരു അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു റോളിലേക്ക് എത്താനായിട്ട് സാധിക്കും. ചില കുട്ടികളുടെയൊക്കെ നമ്മൾ പറയില്ലേ, ഈ പേരൻസിന് അഭിമാനിക്കാം, ഈ കുട്ടികളെ എവിടെ വേണമെങ്കിലും തനിച്ചു വിടാം, ഒരു കുഴപ്പവും ഇല്ല, കാരണം അവരത്രയും സ്മാർട്ടാണ്, അവർക്കറിയാം എല്ലാ കാര്യങ്ങളും എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വേണം നമ്മൾ അവരെ കൊണ്ടുവരാനായിട്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ കുട്ടികളെ എന്ന് ഉദ്ദേശിക്കാൻ കാരണം കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയൂല്ലേ. അപ്പൊ നമ്മളൊക്കെ കുറെ വലുതായി ഇനി മാറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന തെറ്റാണ്. മാറ്റം എപ്പോ വേണമെങ്കിലും നമുക്ക് മാറ്റപ്പെടുത്താൻ പറ്റുകയൊക്കെ ചെയ്യും. എങ്കിലും കൊച്ചു കുട്ടികളെ തുടങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും, അവരുടെ ലൈഫ് കുറച്ചുകൂടി അത് ബെറ്റർ ആകാനായിട്ട് സാധിക്കുകയും ചെയ്യും. കാരണം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, നീ 4ൽ പഠിക്കുന്ന 5ൽ പഠിക്കുന്നൊക്കെ കുട്ടികളെയാണ് അച്ഛനമ്മമാര് ചീത്ത പറഞ്ഞു, TV കാണാൻ സമ്മതിക്കുന്നില്ല, റിമോട്ട് എടുത്തു വെച്ചു, മൊബൈൽ ഫോൺ എടുത്തു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോയി ആത്മഹത്യ ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ പ്ലാനിങ്. ഞാൻ ഇതും ഒരു വീഡിയോ ചെയ്ത വീഡിയോ അത് തന്നെയായിരുന്നു, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇനി അതിനെക്കുറിച്ച് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ചെറിയ പ്രായം തുടങ്ങി തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള യങ്ങർ ജനറേഷന് സേവിങ് ഹാബിറ്റ് കുറവാണ്. പണ്ട് തുടങ്ങിയില്ലേ, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങിയിട്ട് നമ്മൾക്ക് ഈ ഒരു കുടുക്ക കാണും. ചെറിയ കിട്ടുന്ന പൈസകളൊക്കെ നമ്മൾ കൊണ്ടുപോയി അതിനകത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മളതൊരു വലിയ എമൗണ്ട് എന്ന് വെച്ചാൽ കുടുക്ക നിറയുമ്പോൾ അത് പൊട്ടിച്ച് ആ കിട്ടുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അന്നൊരു ഇൻസ്ട്രുമെന്റൽ ബോക്സ് വാങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. ആ കുടുക്ക പൊട്ടിച്ച പൈസയും കൊണ്ട് വാങ്ങിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ എന്തോ നമ്മൾ സേവ് ചെയ്ത നമ്മുടെ പണം നമ്മൾ സേവ് ചെയ്തു, നമ്മൾ അതിനകത്ത് കൊണ്ടുപോയി വാങ്ങിച്ചു എന്നൊക്കെ ഉള്ള ഒരു ഫീലിങ്സ് വരും കുട്ടികൾക്ക് അല്ലെ. ഇന്നത്തെ ഒരു യങ്ങർ ജനറേഷൻ ഒരു ജോലിയിൽ പ്രവേശിച്ചാൽ തന്നെ ആദ്യം അവർ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചും ലോണിനെ കുറിച്ചും ഒക്കെയാണ് അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സ്പെൻഡിങ് ഹാബിറ്റ് ആണ് കൂടുതൽ സേവിങ് ഹാബിറ്റിനേക്കാൾ. ഇന്നത്തെ മ്യൂച്വൽ ഫണ്ടും അത് തന്നെയല്ലേ, ചെറിയ നമ്മുടെ പണ്ടത്തെ കുടുക്ക സിസ്റ്റം ആണ് ഇന്നത്തെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ചെറിയ സമ്പാദ്യങ്ങളെ കൂട്ടി വലിയ ഒരു സമ്പാദ്യമാക്കി മാറ്റുന്ന രീതി. അപ്പൊ അതും തീർച്ചയായിട്ടും വേണം. കാരണം ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ല എങ്കിൽ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഫ്ലോപ്പായി മാറും. ജീവിക്കാൻ പണവും ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഇനി മറ്റൊരു കാര്യമാണ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സെൽഫ് ഡിഫൻസ് എന്നൊക്കെ പറയുന്ന പോലെയാണ് അക്സെപ്റ്റിംഗ് ഫെയിലിയർ എന്ന് പറയും. പരാജയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പരാജയപ്പെടുമ്പോൾ അവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം എന്ന് പറയുന്നത്. പരാജയങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യപ്പെടുന്നത്. ഇതൊരു സെൽഫ് ഡിഫൻസ് സിസ്റ്റം പോലെ നമ്മളിൽ വർക്ക് ചെയ്യും. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ്. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യുന്നു, വാട്ട് ഈസ് നെക്സ്റ്റ്, അതാണല്ലോ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇതുകൊണ്ട് അവസാനിക്കുന്നതൊന്നുമില്ല. എത്രയോ മഹത് വ്യക്തികൾ പോലും ജീവിതത്തില് പല കാര്യങ്ങളിൽ, എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളിലായിക്കോട്ടെ, പരാജയപ്പെട്ടിട്ട് ആ പരാജയത്തിൽ നിന്ന് പഠിക്കുന്നത് ഒരു ലെസൺ ആണ്. ജീവിതത്തിലെ വലിയ പാഠങ്ങളാണ് നമ്മൾ ഓരോ തവണ പരാജയപ്പെടുമ്പോഴും നമ്മൾ പഠിക്കുക. അപ്പൊ വലിയൊരു ലെസൺ അതിൽ നിന്ന് പഠിച്ച് നമ്മൾ വീണ്ടും അതിനെ റെക്ടിഫൈ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള ഒരു കരുത്ത് നമുക്ക് കിട്ടുന്നത് ഫെയിലിയറിൽ നിന്നാണ്. അപ്പൊ പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ല അല്ലെ. അപ്പൊ ഈ ഒരു 5 കാര്യങ്ങളെങ്കിലും നമ്മൾ ചെറിയ കുട്ടികൾ തുടങ്ങി
അവരിൽ ഒന്ന് കൾട്ടിവേറ്റ് ചെയ്ത് കൊടുത്തു നോക്കിക്കേ, തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റങ്ങൾ വരുന്നേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും എവിടെയും ആരും പറഞ്ഞു തരാൻ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ചിലപ്പോ, അതായത് നമ്മുടെ ഈ പ്രായത്തിൽ നമ്മൾ ചിലപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലായ്മ, അല്ലെങ്കിൽ പരാജയങ്ങളെ പേടിച്ചുകൊണ്ട് നമ്മൾ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താതിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ പഠിച്ചു എന്നുള്ളത് കൊണ്ട് കേവലം ഒരു 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടി, +2 നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതി അതില് റാങ്ക് ലിസ്റ്റിൽ വന്നു, നല്ലൊരു ജോലി കിട്ടി, അവനിന്ന് ഡോക്ടറാണ്, എഞ്ചിനീയർ ആണെന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയുമ്പോഴും ഒരു വർക്ക് പ്രഷർ താങ്ങാൻ പറ്റാതെ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ 30-35 വയസ്സാകുമ്പോഴത്തേക്കും അവരുടെ മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് ഫ്ലോപ്പായി മാറുകയും, എങ്ങനെ തന്റെ പാർട്ട്ണറെ കെയർ ചെയ്യണം എന്നറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരുടെ അടുത്തൊരു സന്തോഷമായിട്ട്, ഒരു സന്തോഷം എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ അവരുടെ ലൈഫിൽ കിട്ടുന്നില്ല. പക്ഷെ പണത്തിന് പണമുണ്ട്. ഇപ്പൊ ഒരു അസുഖം വന്നാൽ നമുക്ക് അതിനെ ഡിഫൻസ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ നമുക്ക് അതിനെ എന്താ പറയുന്നേ, അങ്ങനെ വന്നാൽ ഇനി അത് ഓർത്തുകൊണ്ട് നമ്മൾ വിഷമിച്ചിരിക്കുകയല്ല. അപ്പൊ നമ്മൾ അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും, ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു പ്രായത്തിൽ അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ ചെറുപ്പം തുടങ്ങി ഈ ഒരു ഹാബിറ്റുകള് നമ്മൾ അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് ശീലിപ്പിച്ച്, മാതാപിതാക്കൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗൈഡ് ആയിട്ട് മാത്രം നിൽക്കുക. മെയിൻ റോൾ ഓരോരുത്തരെയും ഓരോ വ്യക്തികളായി തന്നെ കാണുക. നമ്മുടെ കുട്ടികളാണ്, പക്ഷെ അവരൊരു വ്യക്തിയാണ്, തികച്ചും യൂണിവേഴ്സിന്റെ ഒരു സൃഷ്ടിയാണ് അവര്. അപ്പോ നമ്മൾ ജസ്റ്റ് ഒരു ഗൈഡ് ആയിട്ട് മാത്രം നിന്ന് കൊടുത്താൽ മതി, അവരാണ് ജീവിക്കേണ്ടത്. അപ്പൊ എല്ലാവരും ജീവിതം എന്ന് പറയുന്ന ഒരു എക്സാം, സിലബസ് ഇല്ലാത്ത, ദിവസേന നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും നമുക്ക് ഈ പരീക്ഷയാണ് അല്ലെ. അപ്പോ ഇതില് എല്ലാവരും പാസ്സാവട്ടെ, എല്ലാവർക്കും പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്